പ്രിയമുള്ളവരെ, ശശികുമാർ സാർ ചോദിച്ച ചോദ്യം അറിയാമല്ലോ, ഇത് വേണമെന്ന്. അത് വേണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഡിസിഷൻ. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഈ പുരസ്കാരത്തിൻ്റെ മേളിൽ ഭാരം വെച്ചാൽ ആ ഭാരം ആളുകൾക്ക് വിതരണം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. ഞാനതിൽ എത്ര എമൗണ്ട് ഉണ്ടെന്ന് ചോദിക്കുന്നില്ല. നിങ്ങളുടെ കേരള വിഷനിലെ ഏറ്റവും മിടുക്കുള്ള 4 കുട്ടികൾക്ക് ആ തുക വിതരണം ചെയ്യാം. പക്ഷേ കോട്ടയത്ത് എനിക്കൊരു പറ്റി ഒരു 1 ലക്ഷം രൂപയുടെ ഒരു പുരസ്കാരം വാങ്ങിക്കാൻ പോയി. ഞാൻ ആ കോട്ടയം ജില്ലയിലെ 4 പള്ളിക്കൂടത്തിലെ ഏറ്റവും പാവപ്പെട്ട കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ പറഞ്ഞിട്ട് പോന്നു. 1 കൊല്ലം കഴിഞ്ഞ് ഞാൻ അത് മറന്നുപോയി എന്ന് പറഞ്ഞു. ആ പുരസ്കാരം നൽകിയ ആൾ മറന്നേ പോയി. അത് അങ്ങനെ കേരള വിഷന് മറവി കുറവാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ശശികുമാർ സാറിൽ നിന്ന് ഈ പുരസ്കാരം വാങ്ങുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. നിങ്ങൾക്കറിയുന്ന പോലെ കേരളത്തിൽ കേബിൾ ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഏഷ്യാനെറ്റ് തന്നെയാണ്. അപ്പം ഏഷ്യാനെറ്റ് പോലെ ഒരു മാധ്യമം, പ്രത്യേകിച്ച് നമ്മുടെ ഈ കപ്പക്കമ്മിൻ്റെ ഇടയിലൂടെ കേബിളൊക്കെ വലിച്ച് ആൾക്കാരെ വീട്ടിൽ കൊണ്ട് കയറ്റുക എന്ന് പറയുന്ന ഒരു കാര്യം ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു കാലത്ത് അത് നടപ്പിലാക്കുകയും അതിലൂടെ അതുവരെ കണ്ട് ശീലമില്ലാത്ത കണ്ടൻ്റ് ഉണ്ടാക്കി ആളുകളെ അമ്പരപ്പിക്കുകയും ചെയ്ത ആ സ്ഥാപനത്തിൻ്റെ മേധാവിയായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും ഡോക്ടർ റെജിമേനെയൊക്കെ നമ്മൾ ഓർമ്മിക്കും, പി ഭാസ്കരൻ മാഷിനെ ഓർമ്മിക്കും, ഒരുപാട് സക്രിയെ ഓർമ്മിക്കും. അങ്ങനെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ക്രിയേറ്റീവ് തല ശശികുമാർ സാർ തന്നെയായിരുന്നു. നമുക്കറിയാം. എനിക്ക് തന്നെ ഒരു ടോക്ക് ഷോയുടെ സാധ്യത പരീക്ഷിക്കാൻ ഒരു ആത്മവിശ്വാസവും കരുത്തും നൽകിയതും ശശികുമാർ സാറാണ്. ഞാൻ ശരിക്കും ഒരു ജസ്റ്റ് മിനിറ്റൊക്കെ കളിച്ചിങ്ങനെ ചാടി നടക്കുന്ന സമയത്താണ് എന്നെ പിടിച്ച് മലയാളത്തിലെ ആദ്യത്തെ ടോക്ക് ഷോ ചെയ്യാൻ താങ്കൾക്ക് പറ്റുമെന്ന് പറഞ്ഞ്. എനിക്കത് ഒരു വിശ്വാസവും ഇല്ലായിരുന്നു എനിക്കത് പറ്റുന്ന പണിയാണ്. എത്രയോ പിന്നൊരു ഏതാണ്ട് 1000-നടുത്ത എപ്പിസോഡുകൾ ഈ ടോക്ക് ഷോ ഞാൻ കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കടപ്പാടുള്ളത് 2 പേരോടാണ്. ഒന്ന് ശശികുമാർ സാറും, ഒന്ന് ഡോക്ടർ റെജി മേനനും. ഞാൻ ആകാശവാണിയിലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ശമ്പളമൊക്കെ വാങ്ങിച്ചൊരു ജോലിയായിട്ടിരിക്കുമ്പോഴാണ് ഒരു കണ്ടൻറ്റിൻ്റെ ചാർജ് വഹിക്കാനുള്ളൊരു ജോലിയിലേക്ക് ഡോക്ടർ റെജി മേനൻ എന്നെ ക്ഷണിക്കുന്നത്. ഒരുപാട് സമയം ഞാനത് നിരസിച്ചായിരുന്നു. കാരണം ഒരു സർക്കാർ ജോലിയുടെ സുഖം നിങ്ങൾക്കറിയാം. മേലോട്ട് നോക്കിയാൽ ആകാശം. ഈ വരുന്നവനോടൊക്കെ ഒരു വരട്ടാം. ഞാനൊരു ഓഫീസ് എവിടെയാണെന്ന് പറയില്ല. ഗൗരിദാസൊക്കെ ചിലപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞു കളയും. ഗൗരിക്കൊക്കെ അത് അറിയാവുന്ന സ്ഥലമാണ്. അവിടെ ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും അങ്ങ് വരുന്ന ആൾക്കാരോട് ചൂടാവുക. അപ്പോൾ ഒരാളങ്ങോട്ട് മുറിയിലോട്ട് കയറി വന്ന അപ്പോൾ അയാൾ പറയല്ല, ഞാനൊരു വിളി നിൽക്കടോ, വിളിച്ചോ തന്നെ ഞാൻ. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരും KP ഉമ്മറിനെ പോലെ മാറുന്നത്. ഞാൻ ചോദിച്ചു, മറ്റേ നമ്മുടെ ഗോപൻ ചോദിച്ചല്ലേ, ഈ ജനങ്ങൾക്ക് ഇതെന്ത് പറ്റി? അപ്പം ഞാൻ അവിടുന്ന് പഠിച്ചൊരു കാര്യം, ഈ 9:30 മണി മുതൽ 5:30 മണി വരെ ജോലി ചെയ്യുന്ന ഈ ചേട്ടന്മാർക്ക് ജനങ്ങളുമായിട്ട് പരമാവധി ബന്ധം കുറവാണ്. ഇവർക്ക് വീട് വിട്ടാൽ ഓഫീസ് വിട്ടാൽ വീട്, കൃത്യമായിട്ട് 30-ാം തീയതി ശമ്പളം വാങ്ങും, അതുകൊണ്ട് കഴിഞ്ഞു പോകും. അതാണ് അവരുടെ പരിപാടി. അവിടെ നിന്ന് ഞാനൊരു തീരുമാനമെടുത്തു, ഇത്തരം സ്ഥാപനങ്ങളിൽ സ്വാധീനമുള്ള ആളുകൾക്കല്ലാതെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ജനക്കൂട്ടമുണ്ട്, അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നായിരുന്നു എൻ്റെ ശ്രദ്ധ. സത്യം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ 14 ജില്ലകളിലൂടെ ഒരു 10-31 ദിവസം യാത്ര ചെയ്ത് കഴിഞ്ഞു. 40 ഡിഗ്രി ചൂടിൽ നടന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് രാഷ്ട്രീയക്കാർക്ക് മാത്രം പറ്റിയ പണിയാണ്. നമ്മൾ AC മുറിയിൽ നിന്ന് വാർത്ത വായിക്കുന്നവരല്ല ഇതെന്ന് മനസ്സിലായി. ഞാൻ കാസർഗോഡ് എൻഡോസൾഫാൻ വിക്ടിംസിൻ്റെ അടുത്ത് പോയിരുന്നു. സത്യം പറഞ്ഞാൽ അവർ ചെയ്യാത്ത അപരാധത്തിൻ്റെ പേരിൽ ഇപ്പോഴും ജനിക്കുന്ന കുട്ടികളുടെ കൈകൾ നീണ്ടു വളരുന്നു, കാല് നീണ്ടു വളരുന്നു, മൊത്തം ഷേപ്പ് തെറ്റി അവർക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ വിചാരിച്ചു എൻഡോസൾഫാൻ ദുരന്തം ഉണ്ടായതിനു ശേഷം എത്രയോ കൊല്ലങ്ങളായി ഇപ്പോഴും ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു സർക്കാർ പോലും മുന്നോട്ട് വരുന്നില്ല. നിങ്ങൾക്കറിയുന്ന പോലെ ഏറ്റവും അവസാനം സുപ്രീം കോടതിയാണ് ഒരു 5 ലക്ഷം രൂപ വെച്ച് ഏതാണ്ട് 6000-ഓളം വരുന്ന എൻഡോസൾഫാൻ വിക്ടിംസിന് വിതരണം ചെയ്യാൻ ആവശ്യപ്പെട്ടത്. എൻ്റെ മനസ്സിനെ ഇപ്പം ബാധിക്കുന്ന ചിന്ത ഞാൻ നിങ്ങളോട് പറയാം. ഈ എൻഡോസൾഫാൻ വിക്ടിംസിനെ കാസർഗോഡ് പുനരധിവസിപ്പിക്കാൻ പറ്റും. ലോകത്ത് ഇഷ്ടംപോലെ കോടീശ്വരന്മാരുണ്ട്. ഡോക്ടർ KS രാധാകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞില്ലേ, പണം ഉണ്ടാക്കുന്നൊരു സിദ്ധിയാണ്. അത് വളരെ കറക്റ്റാണ്. അദ്ദേഹത്തിന് പണമില്ലാത്തതിൻ്റെ കാര്യം അദ്ദേഹത്തിന് ഇപ്പോഴാണ് മനസ്സിലായത്.
അതൊരു അപൂർവമായ സിദ്ധി തന്നെയാണ് ശരി. ഞാൻ ഒരിക്കൽ നമ്മുടെ കോളേജിൽ പഠിക്കുന്ന കൂട്ടുകാരുമായിട്ട് എൻ്റെ വീട്ടിലിരുന്നിങ്ങനെ സംസാരിക്കുമ്പോൾ അന്ന് എൻ്റെ നാക്കിൻ്റെ നീളമൊന്നും കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാനൊരു സുഹൃത്തിനോട് പറഞ്ഞു, എടാ പണം പട്ടിക്കുണ്ടാവും ഉണ്ടായിരിക്കേ, അവൻ്റെ കാര്യമൊന്നും പറയണ്ടെന്ന്. ഒരാളെക്കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ അപ്പുറത്തിരുന്ന് ലേശം കഴിച്ചിട്ടുണ്ട് അച്ഛൻ പറഞ്ഞു, എടാ മോനെ, ഒരു പട്ടിക്കും അങ്ങനെ പണം ഉണ്ടായിട്ടില്ല, അതിന് മാട് പോലെ പണിയെടുക്കണോടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിച്ചിട്ടിരിക്കുക എന്ന് മറ്റുള്ള കൂട്ടുകാരോട് പറഞ്ഞ് ഷൈൻ ചെയ്തു. കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞ് കോടീശ്വരന്മാരെ പിടിക്കാനായിട്ട് ലോകത്തിറങ്ങി നടന്നപ്പോഴാണ് മനസ്സിലായത് അത് ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. ഭയങ്കര പാടാട്ടോ. മാത്രമല്ല പൈസ ഉള്ളവർക്ക് നല്ല ബുദ്ധിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു ഈ വെളുക്കെ ചിരിച്ച് നമ്മൾ തമ്മിൽ ഗസ്റ്റാക്കി ഇരുത്തി 2 ചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ കമന്നടിച്ച് വീഴുമെന്നാണ്. നമ്മൾ അവരെ മേളിൽ വീഴുമെന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവത്തില്ല. മാത്രമല്ല നെടുമ്പാശ്ശേരി പറ്റിയ അബദ്ധം കൂടെ ഞാനൊരിക്കൽ പറഞ്ഞതാണ്. ഞാൻ ഈ നെടുമ്പാശ്ശേരി കാശുകാരെ കാത്തു നിൽക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ കാശുകാരെ പിടിച്ച് നല്ല പരിചയമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഈ കോട്ടും സൂട്ടും ഇട്ട് വരുന്നവരാണല്ലോ കാശുകാർ, ഞാൻ അവരെ പിടിച്ച് ഫ്ലോറ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അവിടെ നിന്ന് 10 പൈസ ഇല്ലായിരുന്നു. ഈ കാശുള്ള മുണ്ടെടുത്താൽ വന്നേ, അവൻ അങ്ങ് പോയി, കിട്ടിയില്ല. അപ്പോൾ ഈ കാശുള്ളവനറിയാം ഈ പിടിക്കാൻ ആൾ നിൽക്കും, വലിയ പാടാണ് കേരളത്തിൽ കഴിഞ്ഞു പോകാൻ എന്നുള്ളത്. പിന്നെ ചിലർക്കൊക്കെ എന്തോ അബദ്ധം പറ്റിയുകൊണ്ടാണ് നമ്മൾ ചാനൽ തുടങ്ങാൻ പറ്റിയത്. അവരിടയ്ക്കിടയ്ക്ക് എന്നെ ചീത്ത വിളിക്കുകയും ചെയ്യും. കാര്യം ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ കാണിച്ച് ഇതാ പടം 18% പ്രോഫിറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവർ ചോദിച്ചു അതിനാരാ കാശിടുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് 22 ആക്കിക്കാം, അടിച്ചങ്ങ് മാറ്റാൻ വല്ല പാടുമുണ്ടോ. പിന്നെ അധ്വാനിച്ചപ്പോഴല്ലേ ഇത് കിട്ടത്തില്ലെന്ന് മനസ്സിലായത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഞാൻ വളരുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ കേരള വിഷൻ്റെ പ്രവീൺ മോഹൻ, സിദ്ദിഖ്, വിജയകൃഷ്ണൻ, സുരേഷ് കുമാർ ഇവരാരും ഈ പുരസ്കാരം എനിക്കത് എന്നോട് പറഞ്ഞിട്ടില്ല. ഇവരെന്നെ ഞാനൊരിക്കൽ ഒരു മുതലാളിയുടെ ജോലി ചെയ്യുമ്പം ആ മുതലാളി കുറച്ച് സ്ഥലം വാങ്ങിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ആ മുതലാളി എന്നോട് പറഞ്ഞു, നമ്മളാണ് ഈ സ്ഥലം വാങ്ങിക്കുന്നതെന്ന് ഈ സ്ഥലം വിൽക്കുന്നതിന് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ എന്താണെന്ന് ചോദിച്ചു. അല്ല നമ്മളാണെന്നറിഞ്ഞ വില കൂട്ടുമെന്ന് പറഞ്ഞു. രജിസ്ട്രേഷൻ്റെ അന്നേ പറയും നമ്മളാണ്. അയാളന്ന് ഞെട്ടി ബോധം കെട്ട് വീഴുകയും ചെയ്തു. ഇത് കേരള വിഷൻ യഥാർത്ഥത്തിൽ എനിക്ക് എൻ്റെ ഒരു കുടുംബം പോലെ. ഇവിടെ ഞാനൊരു സ്ഥിരം കലാകാരനാണ്. അപ്പോൾ എപ്പോഴും നിലവിദ്വാനെ പോലെ പ്രവർത്തിക്കാൻ ഞാനിവിടെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് നിങ്ങൾ ഈ പുരസ്കാരം എടുത്തു വെച്ച് തരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതുകൊണ്ട് അങ്ങനെ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ കയ്യിലൊരു 10 പേരുണ്ട് ഈ പുരസ്കാരം അന്വേഷിച്ച് നടക്കുന്നവർ. അവർക്കൊക്കെ എന്തൊരു ആഗ്രഹമെന്നറിയോ. ശശികുമാർ സാറിനെ പോലെ ഒരാളെ കൈ കിട്ടി ഒരു പുരസ്കാരം വാങ്ങിച്ച ജീവിത സായുജ്യമായി എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരിക്കൽ ശശികുമാർ സാറിന് അറിയുമെന്നറിയില്ല, ഏഷ്യാനെറ്റിൽ തന്നെ ഉണ്ടായൊരു സംഭവം. കേരളത്തിലെ ഏറ്റവും നല്ല സംഘാടകൻ എന്ന് ഖ്യാതി നേടിയിട്ടുള്ള ഒരാൾ, അയാൾ ഏഷ്യൻ ചെയർമാൻ്റെ പിന്നാലെ കൂടി പുള്ളിക്കൊരു പുരസ്കാരം വേണം. അപ്പോൾ ഏഷ്യൻ ഫിലിം അവാർഡാണ് നടക്കുന്നത്. ഇദ്ദേഹത്തിന് ഫിലിം അവാർഡുമായിട്ടൊന്നും ഒരു ബന്ധമുള്ള ആളല്ല. അപ്പോൾ ഈ ചെയർമാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ മനുഷ്യൻ്റെ അവാർഡ് വേണമെന്ന് നമ്മൾ എല്ലാ ദിവസവും രാവിലെ എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ അയ്യോ, ഫിലിം അവാർഡ് മോഹൻലാലാണ് ഏറ്റവും നല്ല നടൻ, നമ്മളെങ്ങനെ അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുന്നത്, എന്ത് പേര് പറഞ്ഞ് കൊടുക്കും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനിയിപ്പോൾ അയാളോട് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞും പോയി. അയാളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അവസാനം ഞാൻ ഏറ്റവും നല്ല പ്രേക്ഷകനുള്ള പുരസ്കാരം, അത് ആക്കം കൊടുക്കാമല്ലോ, അത് കണ്ടുപിടിച്ചപ്പം ചെയർമാൻ എന്നോട് പറഞ്ഞു, ഈ പ്രേക്ഷകൻ എന്ന് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും അപ്പം ചലച്ചിത്ര സംവാദകനും പ്രേക്ഷകനും ആക്കി. സംവാദകനാണ് പുള്ളി, സമ്മതിക്കും പുള്ളി, തോന്നുന്ന സമയത്തൊക്കെ സമ്മതിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ പുള്ളി. ഈ ചെയർമാൻ്റെ സാന്നിധ്യത്തിൽ ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിൽ 1,00,000 ആൾക്കാർ നോക്കി നിൽക്കെ അദ്ദേഹം പുരസ്കാരം വാങ്ങിച്ചു. എന്നിട്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. എനിക്ക് ഏഷ്യാനെറ്റിൻ്റെ ചെയർമാനോട് പറയാനുള്ളത്, ഇത്തരം പുരസ്കാരങ്ങൾ എനിക്കല്ല തരേണ്ടത്. ചെയർമാൻ ഞെട്ടി, അതിൻ്റെ പിന്നാലെ ഞാൻ ഞെട്ടി, കൂടെ നിന്നൊരു മൊത്തം ഞെട്ടി. കാര്യം നമ്മൾ ഈ അവാർഡിനൊരു പേരിടാൻ തന്നെ ഒരു ദിവസം ഉറക്കം ഉളച്ചത്. എന്നിട്ട് പറഞ്ഞു, ഇത് നവാഗത പ്രതിഭകൾക്ക് നൽകണം. 1000കണക്കിന് കുട്ടികൾ ഇവിടെ ഈ സദസ്സിലിരിപ്പുണ്ട്, അവർക്ക് കൊടുത്താലേ ഈ അവാർഡിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടാകൂ. പിന്നെ ചെയർമാൻ ജീവിതത്തിൽ അയാളോട് സംസാരിച്ചിട്ടില്ല. ഞാൻ പുള്ളിയോട് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഒന്ന് കുത്തി നോക്കി. പുള്ളി വെച്ച് എന്തുമായിട്ട് കുത്തുന്നത്, തൊലിയുടെ കട്ടി നോക്കിയതാണ് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഈ നാട്ടിലുണ്ട്. അപ്പോൾ നമുക്ക് പേര് വെളിപ്പെടുത്തുന്നത് അത് ഇപ്പോഴും വളരെ സജീവമായി ഈ സമൂഹത്തിലുള്ള ഒരാളായതുകൊണ്ട് പേര് വെളിപ്പെടുത്തുന്ന ഭംഗിയല്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ പുരസ്കാരം തന്നത് വളരെ സന്തോഷം.
ശശികുമാർ സാറ് അവാർഡ് സമ്മാനിച്ചു എന്നുള്ള അതിലും സന്തോഷം. അപ്പോൾ ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചോളാം. അദ്ദേഹം പറഞ്ഞു 7 മണിയാകുമ്പോൾ നമ്മൾ കപ്പും പിടിച്ച് യുദ്ധം കണ്ടതുപോലെ തന്നെ പറയും എന്നുള്ളത്. ഞാൻ അദ്ദേഹത്തോടൊന്ന് ചോദിക്കുക, അദ്ദേഹം രാവിലെ സോഫയ്ക്കകത്തിരുന്ന് എന്നെ ഓൺ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുമ്പം ഈ പാകിസ്ഥാനിൽ എന്തോ നടന്നു, ആരാണ്ട് അവിടെ ബോംബിട്ടെന്നാണ് പറയുന്നത്. അപ്പോഴേ അടുത്ത ചാനൽ മനോരമ ന്യൂസിലേക്ക് പോകത്തില്ല ഇദ്ദേഹത്തിനെയൊക്കെ പിടിച്ചിരുത്താൻ ഞാൻ പെടുന്ന പാട്. കൈ പൊക്കി കാണിക്കുന്നു, കാല് പൊക്കി കാണിക്കുന്നു, ഇതെല്ലാം ആസ്വദിച്ചിരുന്നിട്ടായി രാധാകൃഷ്ണൻ സാർ ഇങ്ങനെ പുറപ്പെടുക്കുന്നത് കേട്ടോ. മാത്രമല്ല നമ്മുടെ ഡൽഹിയിൽ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ദിനപത്രത്തിൻ്റെ പ്രതിനിധി ഒരു ലേഖനം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ മുന്നിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, അപ്പോൾ കുവൈറ്റിൽ സദാം ഹുസൈൻ്റെ ആക്രമണം നടന്ന സമയമായിരുന്നു അത്. അപ്പോൾ സദാം ഹുസൈൻ ആക്രമണം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബൂട്ടിൻ്റെ അവിടെ ഒരു എറുമ്പ് കയറി. ആ എറുമ്പിലേക്ക് അദ്ദേഹം ഒന്ന് സൂക്ഷിച്ച് നോക്കി, സദാം ഹുസൈനെ എറുമ്പിലേക്കേ. ഞാൻ ചോദിച്ചു, ഇതൊക്കെ എഴുതി ആരെങ്കിലും വിശ്വസിക്കുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് മറുപടി തരുമോ, മലയാളികൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. കാരണം ഇത് എറുമ്പിനെ ഇയാൾ നോക്കിയെന്ന് എഴുതിയാൽ ഇത്രയും കൃത്യമായി ഒരാൾ എഴുതിയല്ലോ, അപ്പോൾ എറുമ്പിനെ അയാൾ നോക്കി കാണും, സംശയമില്ല. സാറേ ഞങ്ങൾക്ക് വലിയ പാടാ സാറേ. കാര്യം ഈ കേരളത്തിൽ ഇപ്പോൾ ഈ വാർത്താ ചാനലുകളിൽ നമ്മൾ നടക്കുന്ന ഈ മത്സരം എന്ന് പറഞ്ഞാൽ നമുക്ക് വാക്കുകളിൽ വിരമിക്കാൻ പറ്റില്ല. സാർ വൈസ് ചാൻസലറായിരുന്ന ആളാണ്. സാറിൻ്റെ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ VC ആയിട്ട് മത്സരിക്കാൻ വേറെ ആൾ കയറി വരത്തില്ല, അവിടെ ഒരാളേ ഉള്ളൂ. നമ്മുടെ അതേസമയം ആ സ്ഥലത്ത് 5 VC കയറി വന്ന് സാറിൻ്റെ കൂടെ ഇരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇതുപോലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ചിലപ്പോഴേക്കും എനിക്ക് ശശികുമാർ സാറിനെ കാണുമ്പം ഒരു സന്തോഷം തോന്നാറുണ്ട്. സാർ എത്രയോ ഭാഗ്യവാനാണ്, നല്ല സമയത്ത് ഈ പരിപാടി അവസാനിപ്പിച്ചു. സാറിപ്പോൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല എനിക്കൊന്ന് സാറിന് ഈ ടെൻഷൻ താങ്ങാൻ പറ്റുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് എൻ്റെ അടുത്തൊരു ഡോക്ടർ പറഞ്ഞു, ECGയിലൊക്കെ ചെറിയൊരു വേരിയേഷൻ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അടിച്ചു പോകാത്ത ഭാഗ്യത്തോടെ. അപ്പോൾ അയാൾ ന്യൂസിലാണ് വർക്ക് ചെയ്തിപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പം എന്തായാലും ശശികുമാർ സാറൊക്കെ ഉണ്ടാക്കിയ ഒരു മോഡൽ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. കാരണം വാർത്തകളെ വളരെ ഗൗരവത്തോടെ, എനിക്ക് തോന്നുന്നു പക്ഷേ ഈ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെയൊക്കെ ഒരു ഷേപ്പ് ഇങ്ങനെയൊക്കെ ആയി മാറാൻ കാരണക്കാരൻ ശശികുമാർ സാർ തന്നെയാണ്. ഗൗരിദാസൊക്കെ അന്ന് ഏഷ്യാനെറ്റിൽ പ്രോഗ്രാമും വാർത്താധിഷ്ഠിത പരിപാടികളൊക്കെ ചെയ്യാൻ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്ന ആളാണ്. അപ്പം ഗൗരിക്കൊക്കെ അറിയാം ആ കാലം. നമുക്കതൊക്കെ ഒരു യഥാർത്ഥത്തിൽ ഈ പണം വാങ്ങുക എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമല്ല. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഒരാൾ നമ്മളിതിപ്പോൾ കേരള വിഷയത്തിൻ്റെ ഒരു പ്രോഗ്രാമിന് ഒരാളെ വിളിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഇപ്പോൾ പറയാം, ഞാൻ ഈയിടെ ഒരാളോട് പറഞ്ഞു നമുക്ക് ഈ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി കട്ട് ചെയ്ത് ചോദിച്ചു എനിക്കെന്ത് കിട്ടുമെന്ന്. മൊത്തം പറഞ്ഞില്ല ഞാൻ. അപ്പം ഞാൻ എനിക്കൊരു അനുഭവം കൂടെ ഉണ്ട് ശശികുമാർ സാറിൻ്റെ സാന്നിധ്യത്തിൽ പറയാൻ. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇൻകം ടാക്സുകാർക്ക് എഴുതി കൊടുക്കണ്ട, അത് കണക്കിലുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് 1000 രൂപയായിരുന്നു നമ്മൾ തമ്മിലെ പ്രതിഫലം. അപ്പോൾ അതിങ്ങനെ ഒരു 10-400 എപ്പിസോഡ് പോയി. ഇതിൻ്റെ ഇടയ്ക്ക് 300 കണ്ട് പോയി. അതിൻ്റെ ഇടയ്ക്കെങ്ങാണ്ടാണ് ശശികുമാർ ചോദിച്ചത്, ഇയാൾക്ക് പൈസയുടെ ഒന്നും ആവശ്യമില്ല, ഇയാൾ ഇതുവരെ കൂട്ടി ചോദിച്ചിട്ടില്ലല്ലോ. അങ്ങനെ സാറിൻ്റെ മഹാമനസ്കതയിലാണ് അത് 2000 രൂപയായത്. സാറിപ്പോൾ മറന്നുപോയി കാണും, കാശ് വാങ്ങിച്ചാൽ ഞാൻ മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഇത് ആ ഒരു കാലം എന്ന് പറഞ്ഞാൽ ഗൗരിയൊക്കെ യഥാർത്ഥത്തിൽ ഗൗരി പറഞ്ഞാൽ ഗൗരിയുടെ സ്റ്റാർ വാല്യൂ പോകും. വാങ്ങിച്ച പൈസയൊക്കെ ഇപ്പോൾ പുറത്ത് പറയാൻ പാടില്ല നമ്മൾ. അപ്പോൾ ഇത് അത്രയും ഒരു പൈസയ്ക്കൊക്കെ അപ്പുറമുള്ള ഒരു ലോകമായിട്ട് ഈ വാർത്താ പ്രക്ഷേപണത്തെയും ടെലിവിഷൻ പ്രോഗ്രാമൊക്കെ എന്നെ കണ്ടൊരു തെറ്റാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കും പ്രക്ഷേപകനാകാം. അപ്പോൾ ഞാൻ പറയുകയാണ്, ബലാക്കോട്ടയിൽ നമ്മൾ കൊണ്ടൊരു സാധനം ഇട്ടു എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു സാധനം ഇട്ടില്ലെന്ന് ഗംഗാധരൻ പൂമ്പറ്റ എന്ന് പറഞ്ഞ ഒരാൾ സോഷ്യൽ മീഡിയയിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ പൂമ്പറ്റയുടെ കൂടെ ആളിൽ പോകും, അങ്ങനെ ഇട്ട് കാണത്തില്ലെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഒരു സോഷ്യൽ മീഡിയ നടത്തുന്ന, ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന ഏറ്റവും രാധാകൃഷ്ണൻ സാറ് പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലിപ്പം ഏതെങ്കിലും ഒരു പത്ര മുതലാളി വിചാരിച്ചാലോ ഒരു ചാനൽ മുതലാളി വിചാരിച്ചാലോ ഒരു വാർത്ത മൂടി വയ്ക്കാൻ പറ്റത്തില്ല. മാത്രമല്ല ഒരു വാർത്ത നമ്മൾ മൂടി വെച്ചാൽ തന്നെ ആ കമൻറ്റ് ബോക്സിലൂടെ വരുന്ന തന്തയ്ക്ക് വിളി താങ്ങാൻ പറ്റുമോ? ഞാൻ തന്നെ ഈ കമൻറ്റ് ബോക്സ് പൂട്ടി വെക്കണമെന്ന് ആലോചിച്ചിട്ടുണ്ട്. വിളി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ വിളികളാണ് അവർ വിളിക്കുന്നത്. നമ്മുടെ 3 തലമുറയ്ക്ക് അപ്പുറത്തുള്ള അച്ഛൻ ചമ്മും ആ രീതിയിലുള്ള കാര്യം. ഇന്ന് രാവിലെയും കൂടെ നമ്മുടെ ഈ കഴിഞ്ഞ നമ്മുടെ ഇന്ത്യ തിരിച്ചടിച്ച് തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയോട് താല്പര്യക്കുറവും എന്നാൽ പാകിസ്ഥാനോട് താല്പര്യമുണ്ടെന്ന് പറയാൻ പറ്റാത്തതുമായ 2-3 പേര് കമൻറ്റ് ചെയ്തു. എന്ത് ബുദ്ധിവൈഭവമാണെന്നറിയാം അവർക്കുള്ളത് അവരുടെ കമൻറ്റ്. ഈ കമൻറ്റൊക്കെ നമുക്ക് താങ്ങാൻ പറ്റാത്തതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും എനിക്ക് ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചിലപ്പോഴേ ഈ സാറ്റലൈറ്റൊക്കെ ദുരുപയോഗപ്പെടുത്തുന്നു, ഈ പുതിയ സോഫ്റ്റ്വെയറിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പം ശ്രീ അനിൽകുമാർ പറഞ്ഞു.
പറഞ്ഞല്ലോ. എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മളിപ്പോൾ ടെലിവിഷൻ ചാനലുകളൊക്കെ സംപ്രേഷണം ചെയ്യുന്നത് ഈ ഉപഗ്രഹത്തിലേക്ക് വിക്ഷേപിച്ചുകൊണ്ടാണ്. ഞാനൊരിക്കലും നമ്മുടെ വാർത്താവിതരണ മന്ത്രിയോട് ചോദിച്ചു, സാറേ എല്ലാം കൂടെ ഇന്ത്യയിൽ ഒരു 70 ഹെഡ് എൻഡിലേക്ക് നമുക്ക് ഫൈബർ കേബിൾ വഴി ഈ സിഗ്നൽ എത്തിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ഈ ചാനലുകളെല്ലാം കൂടെ സാറ്റലൈറ്റ് കയറി ആക്രമിക്കുന്നത്? ആ സാറ്റലൈറ്റ് വേറെ വല്ലതിന് ഉപയോഗിച്ചുകൂടെ എന്ന് ചോദിച്ചു. പുള്ളി ചോദിച്ചു, ദെയർ ലൈസ് ദ പോയിൻറ്റ്. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹം സെക്രട്ടറിയോടൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ആരും കയറി സാറ്റലൈറ്റ് ചാനൽ ഉണ്ടാക്കും അങ്ങനെ വന്നാൽ, അതിൽ നമ്മൾ എന്ത് ചെയ്യും? ചെറിയൊരു കാരണത്തിൻ്റെ പേരിലാണ്. ഞാൻ ഈ അടുത്തിടെ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഈ യാത്രക്കിടയിൽ FM റേഡിയോ നിലയത്തിൽ ഒരു ആശംസ പറയാൻ പോയി. അവിടെ ചെന്നപ്പോൾ 1950കളിൽ ആകാശവാണി എങ്ങനെ പണിഞ്ഞുണ്ടാക്കിയോ അതുപോലൊരു ആകാശവാണി നിലയം പണിഞ്ഞുണ്ടാക്കി അവിടെ വെച്ചിരിക്കുക. അപ്പോൾ അയാൾ പറഞ്ഞു 1 കോടി രൂപ ചിലവാക്കിയെന്ന് പറഞ്ഞു. ഞാൻ ഇതൊരു 10 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. അതെങ്ങനെ? അതിങ്ങനെ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാങ്കേതിക സാധ്യതകൾ മാറിയതൊന്നും ഈ FM ഉണ്ടാക്കിയ ആൾ അറിഞ്ഞിട്ട് പോലും ഇല്ല. നമുക്കത്രയൊന്നും അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് തോന്നുന്നത് ഈ കേരള വിഷൻ, ACV ഇങ്ങനെയൊക്കെയുള്ള ഹെഡ് എൻഡുകളിലേക്ക് സിഗ്നൽ കൊടുക്കാൻ ഫൈബർ കേബിൾ ഉപയോഗിച്ചാൽ ആ സാറ്റലൈറ്റ് ഉപയോഗിച്ച് നമുക്ക് വല്ല വിദ്യാഭ്യാസ പദ്ധതിക്ക് ഉപയോഗിച്ചുകൂടിയത്. വിദേശ നാണ്യം എത്രയാണ് പോകുന്നത് ഇന്ത്യയിൽ നിന്ന്? അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവഗണിക്കട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണിത്. നമ്മൾ ഒരാളെ കൂടി ഈ അവസരത്തിൽ സ്മരിക്കണം, NH അൻവർ. ഒരുപക്ഷേ കേരളത്തിൽ രാധാകൃഷ്ണൻ സാറൊക്കെ പറഞ്ഞ പോലെ വിജയിച്ച ഒരു മോഡലാണ് കേരള വിഷൻ. നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ മോഡൽ പോലെ ഒരുപക്ഷേ ആളുകൾക്ക് എപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു ബിസിനസ് മോഡലാണ് കേരള വിഷൻ ഉണ്ടാക്കിയത്. ആ മോഡലിൻ്റെ ആശയത്തിൻ്റെ പ്രചാരകനായി കേരളത്തിൽ ആദ്യകാലത്ത് ഒരുപാട് യത്നിക്കുകയും ഒരുപാട് കഠിനാധ്വാനം ചെയ്യിക്കുകയും ഒപ്പമുള്ള ആളുകൾക്ക് ആത്മവിശ്വാസം പകരുകയും ഒക്കെ ചെയ്ത ശ്രീ അൻവറിൻ്റെ നാമധേയത്തിലുള്ള ഒരു പുരസ്കാരമാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ഒരു വേർഡിങ്സ് മാത്രം എനിക്ക് അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല. ഇതൊരു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവതാര ലക്ഷ്യം പൂർത്തിയായി സ്ഥലം വിട്ടോളാൻ പറയുന്ന ഒരു സൂചന അതിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇത് ലൈഫ് ടൈം